വാണിജ്യ കൃഷിയുടെ സാധ്യതകൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്താത്ത സംസ്ഥാനമാണ് കേരളം. ഉയർന്ന അന്തരീക്ഷത്തിൽ ആർദ്രത, കനത്ത മഴ, വ്യത്യസ്തങ്ങളായ ഭൂപ്രദേശം എന്നിങ്ങനെയുള്ള ഒട്ടേറെ പ്രതികൂല ഘടകങ്ങൾ നിരത്തി കൃഷി ഗതി പിടിക്കില്ലെന്ന് പറയുന്നവർ ഏറെയുണ്ട്. എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും സമർത്ഥമായി പരിഹരിച്ച് വിജയം നേടുന്ന ചിലർ നമ്മുടെ ഇടയിലുണ്ട്. കൂടുതൽ അധ്വാനവും സാമ്പത്തിക ചിലവുകളും ആവശ്യമില്ലാത്ത ശുദ്ധമായ പഴമെന്ന നിലയിൽ പേരുകേട്ട ചക്കപ്പഴത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് PSSB തെളിയിക്കുകയാണ്. ചക്കയും ചക്കവിഭവങ്ങളും സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നുവരുന്ന കാലം വിദൂരമല്ല. പ്രമേഹക്കാർക്ക് ഏറ്റവും നല്ല ഭക്ഷണവസ്തുവായി പച്ചച്ചക്ക മാറുന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചക്കപ്പഴം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുത്തനെ വർദ്ധിപ്പിക്കുമെന്ന കാരണത്താൽ പ്രമേഹമുള്ളവർക്ക് വിലക്കപ്പെട്ട പഴമായിരുന്നു ചക്ക. എന്നാൽ നാരിന്റെ അംശം കൂടുതലുള്ള പച്ചച്ചക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നില്ലെന്ന് ശ്രീലങ്കയിലെ മെഡിക്കൽ വിഭാഗം പറയുന്നു. അരിയിലും ഗോതമ്പിലും ഉള്ളതിനേക്കാൾ കുറച്ച് കലോറി മാത്രമേ പച്ചച്ചക്കയിലുള്ളൂ. അതുകൊണ്ട് ചോറിനും ചപ്പാത്തിക്കും പകരമായി പച്ചച്ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഉപയോഗിക്കാം. ഗ്രാമീണ മേഖലയിൽ പരിചരണങ്ങളില്ലാതെ വളരുന്ന പ്ലാവിലെ ചക്കയിൽ ഭൂരിഭാഗവും ഉപയോഗിക്കാതെ നശിച്ചു പോവുകയാണ്. ഇത് കർഷകർക്ക് അധിക വരുമാന മാർഗമാക്കി ഉയർത്താനുള്ള ശ്രമത്തിലാണ് 1978 മുതൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന PSSB. പാലക്കാട് രൂപതയുടെ ഔദ്യോഗിക സാമൂഹ്യ സേവന വിഭാഗമായ പീപ്പിൾസ് സർവീസ് സൊസൈറ്റി പാലക്കാട് എന്ന സ്ഥാപനമാണ് 1978 മുതൽ ഈ രൂപതയിൽ പ്രവർത്തിച്ചു വരുന്നു. ജില്ല മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇതിൻ്റെ പ്രവർത്തന ശൃംഖലകൾ, പ്രത്യേകിച്ചൊരു കാർഷിക ജില്ല കൂടെയായ പാലക്കാടിൻ്റെ സർവ്വതോന്മുഖമായ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. 1978 ഇത് തുടങ്ങിയ കാലം മുതലേ കാർഷിക സംസ്കാരത്തിൽ ഊന്നിയ വിവിധ സാമൂഹിക സേവന വിഭാഗ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയിലൂടെ ലക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വളർച്ച എന്ന വണ്ണം വേണം പാലക്കാട് ജില്ലയിൽ നിന്ന് തുടങ്ങി പിന്നീട് കേരളത്തിലേക്ക് ഉടനീളം വ്യാപിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ചക്ക സംസ്കരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ഉണ്ടാകുന്നതിൻ്റെ ഒരു 70% നശിച്ചു പോകുന്ന ചക്കയും ചക്ക വിഭവങ്ങളും അല്പമെങ്കിലും അതിനെ പ്രോസസ്സിങ്ങിലൂടെ കർഷകനും മറ്റു ജനങ്ങൾക്കും നല്ല ഭക്ഷണം, ശുദ്ധഭക്ഷണം എന്ന നിലയിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് പീപ്പിൾസ് സർവീസ് സൊസൈറ്റി ജാക്ക് ഫ്രൂട്ട് മിഷൻ എന്ന ഒരു പ്രത്യേക ലേബലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല മൂപ്പെത്തിയ ചക്കകൾ മുറിച്ചെടുത്ത് ചുളകൾ വേർപെടുത്തിയെടുത്താണ് ഓരോ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. ചക്കയോട് ചേർന്നുള്ള ചവുണിയും കുരുവും മാറ്റി ശുദ്ധമായ ചക്ക പാത്രങ്ങളിൽ ശേഖരിക്കുന്നു. വിഷാംശമില്ലാത്ത പ്രധാന പഴവർഗ്ഗങ്ങളിൽ ഒന്നാണ് ചക്ക. ഈ ചക്ക ഉപയോഗിച്ച് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് സെക്രട്ടറിയായ സിസി ജോയി പറഞ്ഞു. ചക്ക കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. ചക്ക സ്റ്റീം ചെയ്ത് ചക്കച്ചോളയാക്കിയ ശേഷം സ്റ്റീം ചെയ്ത് ഡ്രയറിൻ്റെ അകത്തിട്ട് ഉണക്കിയാൽ നമുക്ക് ഒരു വർഷം മുഴുവനും കേടുകൂടാതെ ഉപയോഗിക്കാം. അത് 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ പച്ചച്ചക്ക പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചക്കപ്പുഴുക്കുണ്ടാക്കാം, ചക്ക എരിശ്ശേരി, ചക്ക കട്ട്ലറ്റ് ഉണ്ടാക്കാം, ചക്ക പൊടിച്ച് കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാം, ചക്കപ്പഴം കൊണ്ട് പായസം, ബോളി, ചക്ക വരട്ടിയത്, ചക്കപ്പഴം വരട്ടിയെടുക്കാം. വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ പായസത്തിന് ഉപയോഗിക്കാം. അടയുണ്ടാക്കാം, കുമ്പിള്, ചക്ക ഉണ്ണിയപ്പം, ചക്ക പായസം, ചക്കക്കുരു പായസം, ചക്കക്കുരു കൊണ്ട് കേക്ക്, ചക്കപ്പൊടിയും കൊണ്ട് ഹൽവ, ചക്ക ചകിണിയും ചക്ക മടലും ഉപയോഗിച്ചാൽ ജെല്ലി ഉണ്ടാക്കാം. ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. 41 ഐറ്റം നമുക്ക് ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ സമൃദ്ധമായി വളരുന്ന വരിക്കപ്ലാവിലെ വരിക്കച്ചക്കകളാണ് ചക്ക വരട്ടാനായി PSSB തെരഞ്ഞെടുക്കുന്നത്. വളരെ ശ്രദ്ധയോടെ അഴുക്കുകൾ പറ്റാതെ ഉരിഞ്ഞെടുക്കുന്ന വരിക്കച്ചക്കകളുടെ ചുളകൾ
സ്റ്റീമിൽ വേവിച്ചെടുക്കുന്നു. ആദ്യകാലങ്ങളിൽ വെള്ളം ചേർത്ത് വിറക് കത്തിച്ചാണ് വേവിച്ചിരുന്നത്. ഗുണമേന്മ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റീം യന്ത്രത്തിന്റെ സംവിധാനത്തോടു കൂടിയാണ് ഇന്ന് ചക്ക വേവിക്കുന്നത്. ഇതിന് മറ്റ് ചക്കകൾ ഉപയോഗിച്ചാൽ വരിക്കച്ചക്കയുടെ മധുരവും ഗുണവും ഉണ്ടാവില്ലെന്നാണ് വേലിക്കാട് യൂണിറ്റ് സെക്രട്ടറിയായ സിസി ജോയിയുടെ അഭിപ്രായം. മറ്റ് ചക്ക എന്ന് പറഞ്ഞാൽ 2 സൈസ് ചക്കയാണ് സാധാരണ. ഒന്ന് വരിക്കച്ചക്കയും ഒന്ന് കൂഴച്ചക്കയും. 2 ചക്കയും നമുക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതിന് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് വരിക്കച്ചക്ക തന്നെയാണ്. വരിക്കച്ചക്ക നമ്മൾ ഒരുക്കിയെടുത്ത ശേഷം സ്റ്റീം ചെയ്ത് അതിനുശേഷം അത് പൾപ്പാക്കി എടുക്കും. അതിൻ്റെ പൾപ്പ് എടുത്ത് പഞ്ചസാരയും ചേർത്ത് നമ്മൾ വീണ്ടും അത് അതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂടെ നെയ്യ്, ഡാൽഡ ഇവ രണ്ടും ചേർക്കുന്നുണ്ട്. ഗ്രാമീണ മേഖലയിൽ നശിച്ചു പോകുന്ന ചക്കകൾ സംസ്കരിച്ച് വിവിധ ഉൽപ്പന്നങ്ങളാക്കിയാൽ കർഷകർക്ക് കൂടുതൽ നേട്ടങ്ങളും ഗ്രാമീണ സ്ത്രീകൾക്ക് തൊഴിലുമാകുമെന്ന കാഴ്ചപ്പാടിലാണ് ചക്ക സംസ്കരണ പദ്ധതി PSSP ആരംഭിക്കുന്നത്. ജാക്ക് ഫ്രൂട്ട് മിഷന്റെ പിന്തുണയോടുകൂടി പാലക്കാട് രൂപതയുടെ സഹകരണത്തോടെ PSSP പുത്തൻ രീതികൾ നടപ്പാക്കുന്നു. ജാക്സോ 100 എന്ന പേരിൽ ചക്ക ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിൽ കിട്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് കർഷകൻ തന്നെയാണ്. കാരണം കർഷകൻ്റെ വിളനിലത്തിൽ ഉണ്ടാകുന്ന വിളയിക്കാതെ തന്നെ വിളഞ്ഞു വരുന്ന ചക്ക അതിനെ പല വ്യത്യസ്ത മേഖലകളിൽ ഇടിച്ചക്ക മുതൽ അങ്ങോട്ട് ഇടിച്ചക്ക, അതുപോലെ തന്നെ മൂക്കുന്നതിന് മുൻപുള്ള ഒരു ഭാഗം മൂത്ത ചക്ക, പഴച്ചക്ക എന്നീ 4 വിഭാഗങ്ങളിലായിട്ട് വ്യത്യസ്ത വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ് പീപ്പിൾസ് സർവീസ് സൊസൈറ്റി ഇതിനോടൊപ്പം തന്നെ ഉണ്ടാക്കി വരുന്നത്. ഇടിച്ചക്ക നിർജ്ജലീകരിച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് പാക്കറ്റിലാക്കി നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ വിവിധ മേഖലകളിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂത്ത ചക്ക ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഭാരതത്തിലും പുറത്തും, പ്രത്യേകിച്ച് മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടേക്കെല്ലാം നമ്മൾ ആ ചക്ക കയറ്റി വിടുന്ന ഒരു പദ്ധതിയാണ് ചെയ്തു വരുന്നത്. ചക്ക സംസ്കരണ കേന്ദ്രത്തിലെത്തുന്ന ചക്കകളിൽ നിന്ന് ചുളകൾ വേർപ്പെടുത്തിയെടുത്ത ശേഷം വേവിച്ചെടുക്കുന്നു. ഇതിൻ്റെ പൾപ്പ് എടുക്കുന്നത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത യന്ത്രത്തിന്റെ സഹായത്തോടു കൂടിയാണ്. പാരമ്പര്യമായ രീതിയിൽ തീ കത്തിച്ച് ചക്ക വരട്ടിയെടുക്കുന്ന രീതി ഇന്നുമുണ്ട്. ആവശ്യത്തിന് നെയ്യ് ചേർത്താണ് 1 വർഷത്തിലേറെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്ന ചക്ക വരട്ടി തയ്യാറാക്കുന്നത്. പുകയും ചൂടും കൊണ്ട് 6 മണിക്കൂറിലേറെ നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കൽ നിന്നുപോയാൽ കത്തുപിടിക്കും. സ്ത്രീകളുടെ അധ്വാനഭാരം കുറയ്ക്കുവാൻ കഴിയുന്ന പുതിയ യന്ത്ര സംവിധാനങ്ങൾ വന്നതോടെ ചക്ക വരട്ടിയെടുക്കുന്ന ജോലി എളുപ്പമായി. ഇടയ്ക്ക് ഒരു ശ്രദ്ധ നൽകിയാൽ മതി എന്നതാണ് യന്ത്ര സംവിധാനത്തിന്റെ പ്രത്യേകത. പാലക്കാട് രൂപതയുടെ പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ 3 യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ വേലിക്കാട് യൂണിറ്റിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടെ 20 മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ 40ഓളം വ്യക്തികൾക്ക് ഞങ്ങൾ പണി കൊടുക്കുന്നുണ്ട് സീസൺ സമയത്ത്. ചക്കയും ചക്ക വിഭവങ്ങളും താരപദവിയിൽ നിന്ന് VVIP പദവിയിലേക്ക് ഉയരുകയാണ്. വ്യത്യസ്ത രുചിഭേദങ്ങളിൽ അവതരിപ്പിക്കുന്ന ചക്ക വിഭവങ്ങൾ ഭക്ഷ്യസംസ്കരണ വ്യവസായത്തിൽ ഒട്ടേറെ പുത്തൻ സാധ്യതകൾക്ക് ഇവിടെ വഴി തുറക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ചക്ക സംസ്കരണത്തിൽ സജീവമായിട്ടുള്ളത്. 20 അംഗങ്ങളുള്ള PSSPയുടെ വേലിക്കാട് യൂണിറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ സജീവമാണ്. ചക്ക ഉണക്കി കൊടുക്കുന്നുണ്ട്, പിന്നെ ഇടിച്ചക്ക ഉണക്കി കൊടുക്കുന്നുണ്ട്, ചക്ക വരട്ടിയത്, ഓർഡർ അനുസരിച്ച് ഞങ്ങൾ ചക്കക്കുരു പായസം, ചക്ക പായസം, കുമ്പിളപ്പം, ഉണ്ണിയപ്പം, ചക്ക വട, ചക്ക സുവിയൻ, ചക്ക ബോളി, ചക്കപ്പഴം കൊണ്ടൊക്കെ ബോളി ഉണ്ടാക്കാം, ചക്കപ്പഴം ബോളി,
അങ്ങനെ ഇത്ര ഐറ്റം ഒരുപാട് അവർ നമ്മളോട് എന്താ ആവശ്യപ്പെടുന്നോ അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. കർഷകരുടെ ഭൂമി എന്നറിയപ്പെടുന്ന പാലക്കാട് കൃഷിയിലൂടെ ജീവിത വരുമാനം കണ്ടെത്തുന്നവരാണ് ഭൂരിഭാഗം ജനങ്ങളും. അല്പം കൃഷിയില്ലാത്ത വീടുകൾ ഇവിടെ കാണാൻ കഴിയുകയില്ല. നെൽകൃഷിയിൽ പേരുകെട്ട പാലക്കാട് ജില്ലയിൽ എല്ലാത്തരം വിളകളും തെറ്റില്ലാതെ വളരുന്നുണ്ട്. ജൈവകൃഷിയുടെ രീതികൾ പാരമ്പര്യമായി പഠിച്ചു വരുന്ന സമൂഹം, മനുഷ്യനന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃഷി സംസ്കാരം, അമിതമായ ലാഭം ആഗ്രഹിക്കാതെ മുടക്കമുതലെങ്കിലും കിട്ടണമെന്ന മോഹത്തിലാണ് ഇവരുടെ കൃഷി. പറമ്പിൽ വീണ് നശിച്ചു പോകുന്ന ചക്കകൾക്ക് വില കിട്ടിയപ്പോൾ കർഷകർക്ക് ആശ്വാസം. ഇന്ന് കേരളത്തിന് പുറത്തേക്ക് വിവിധ തരത്തിലുള്ള ചക്കകൾ കയറ്റിപ്പോകുന്നുണ്ട്. ജാക്ക് ഫ്രൂട്ട് മിഷന്റെ പേരിൽ പച്ച ചക്ക ഉണക്കിയത് എന്ന പേരിൽ നമ്മളിപ്പോൾ വിപണിയിൽ എത്തിച്ചു വരുന്ന സാധനമാണിത്. ഇത് ഇത്രയൊരു പാക്കറ്റ് 250 ഗ്രാമിന്റെ പാക്കറ്റാണിത്. ഒരു ചക്കയുടെ പകുതിയാണ് ഇതിനകത്ത് നമ്മൾ നിർജ്ജലീകരിച്ച് പാക്കറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിൽ വർഷത്തിലുടനീളം കേടുവരാതിരിക്കുന്നതാണ്. നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് ചക്ക വിഭവങ്ങൾ, പ്രത്യേകിച്ച് ചക്കപ്പുഴുക്ക്, പച്ചച്ചക്ക കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ നിർജ്ജലീകരിച്ച ഡീഹൈഡ്രേറ്റ് ചെയ്ത പച്ചച്ചക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് കുറച്ചുകൂടെ മൂത്ത് പഴച്ചക്കയാകണം. പഴത്തിന് മുമ്പ് ഒരു ചനയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു പുളിപ്പ് വരുന്ന ഒരു സമയത്താണെങ്കിൽ അത് ജാം ഉണ്ടാക്കാനായിട്ട് പറ്റിയ പരുവമാണ്. ചക്ക ജാം ഉണ്ടാക്കുന്നത് ചക്ക പഴുക്കുന്നതിന്, മൂത്ത ചക്ക പഴുക്കുന്നതിന് മുമ്പുള്ള ഒരു പുളിപ്പ് വരുന്ന സമയത്താണ്. അത് നമ്മൾ ചക്ക ജാം ഉണ്ടാക്കുന്നു. പഴുത്ത ചക്കയാണെങ്കിൽ അതിനെ നിർജ്ജലീകരിച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ച് തേനിൽ ഉപയോഗിക്കുന്നതിന്, ഒരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന തരത്തിൽ നമ്മൾ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ മറ്റ് പഴുത്ത ചക്കകളാണെങ്കിൽ ചക്ക വരട്ടി ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു. ചക്ക വരട്ടിക്ക് വളരെ വലിയ ഡിമാൻഡാണ് ഇതിനോടെ തന്നെ ഉണ്ടായിട്ടുള്ളത്. വളരെ നല്ല ഇഷ്ടംപോലെ ധാരാളം ക്വാണ്ടിറ്റി ചക്ക നമുക്കതിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. പഴച്ചക്കയും പഴ ഉൽപ്പന്നങ്ങളും പ്രത്യേക രുചിയും മണവുമാണ് നൽകുന്നത്. 7 മിനിറ്റ് കൊണ്ട് സ്റ്റീമിൽ വേവിച്ചെടുക്കുന്ന ചക്കയെ 10 മിനിറ്റിനുള്ളിൽ പൾപ്പാക്കി മാറ്റുന്നു. ഇത് വരട്ടിയെടുക്കാൻ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും വേണം. സ്ത്രീ കൂട്ടായ്മയിൽ ഓർഡർ അനുസരിച്ച് വിവിധ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. PSSPയുടെ സ്റ്റാളുകളിലൂടെ വിൽപ്പന നടക്കുന്നതുകൊണ്ട് മാർക്കറ്റിംഗ് ഇവർക്ക് ഒരു തലവേദനയല്ല. ഞങ്ങളൊക്കെ വീട്ടിലിരിക്കുന്ന വെറും വീട്ടമ്മമാരായിരുന്നു. ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് തുച്ഛമായൊരു വരുമാനം ഞങ്ങൾക്കുണ്ട്. പിന്നെ സന്തോഷം, അതായത് മറ്റു ജനങ്ങളുമായിട്ടുള്ള ഒരു ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിട്ടൊക്കെ സന്തോഷത്തോടു കൂടി, അതായത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര എന്തെങ്കിലുമൊക്കെ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ മറന്ന് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പനകളുടെ നാടായ പാലക്കാട് ജില്ലയിൽ നെൽകൃഷിക്കാണ് മുഖ്യസ്ഥാനം. ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് അല്പം തണുപ്പ് പകരുന്നത് പച്ചവിരിച്ച കൃഷിയിടങ്ങളാണ്. അതുപോലെ ശരീരത്തിന് തണുപ്പ് നൽകി ദാഹം തീർക്കുന്നത് പനം കരിക്കുകളാണ്. നൊങ്ക് എന്ന പേരിൽ തമിഴ്നാട്ടിലും കർണാടകയിലും പ്രചാരം നേടിയ പനം കരിക്കിനെ പാലക്കാട്ടുകാർ വിളിക്കുന്നത് ഇളന്നൻ എന്നാണ്. മൂക്കുന്നതിനു മുമ്പേ ഇവ വെട്ടിയിറക്കി ഉപയോഗിക്കണം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന പല ഭക്ഷ്യവസ്തുക്കളും ആരോഗ്യ സംരക്ഷണ വസ്തുക്കളാണ്. വിഷാംശം ഒട്ടുമില്ലാത്ത ഇവ മടി കൂടാതെ ഭക്ഷിക്കാം. കൂഴച്ചക്ക പഴുത്ത് കഴിഞ്ഞാൽ സാധാരണ കഴിഞ്ഞ വർഷം വരെ നമുക്കത് വെറുതെ കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പൾപ്പ് രൂപത്തിൽ അതിനെ പൾപ്പാക്കി പ്രിസർവ് ചെയ്യുന്നു. പിന്നീട് ഐസ്ക്രീം പോലുള്ള മറ്റ് ഭക്ഷ്യ പദാർത്ഥങ്ങളായിട്ട് അതിനെ മാറ്റാനായിട്ടുള്ളൊരു സംവിധാനം കൂടി നമ്മൾ ഈ പ്രാവശ്യം മുതൽ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ചക്കയുടെ വിവിധ എന്ന് മാത്രമല്ല, ചക്കക്കുരു, ചക്കയേക്കാൾ പ്രധാനമാണ് ചക്കക്കുരു എന്ന് വേണമെങ്കിൽ പറയാം. ചക്കക്കുരു എന്ന് പറയുന്നത് ബേബി ഫുഡ് മുതൽ അങ്ങോട്ട് ഏത് ഭക്ഷണ പദാർത്ഥത്തിനും ടേസ്റ്റ് മേക്കറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, ചക്ക കേക്ക്, ജാക്ക് ഫ്രൂട്ട് വണ്ടർനട്ട് കേക്ക് എന്ന പേരിൽ പീപ്പിൾസ് റൈസ് സൊസൈറ്റി ചക്ക കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വർഷമായിട്ട് ചക്ക കേക്ക് വിപണിയിൽ ലഭ്യമാണ്. വളരെ നല്ല, പ്രത്യേകിച്ച് മൈദയോ അങ്ങനെയുള്ള ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ ഒന്നും ചേരാതെ
നാച്ചുറൽ ആയിട്ടുള്ള ഒരു കേക്ക് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ആ ചക്ക കേക്കും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഇവയെല്ലാം പ്രിസർവ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഷെൽഫ് ലൈഫിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്നാക്സ്, അന്നത്തേക്ക് വേണ്ട ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്ന സ്നാക്സ് ഐറ്റം, ഉണ്ണിയപ്പം, ചക്ക വട, അതുപോലെ തന്നെ ചക്ക പ്രിസർവ്, അങ്ങനെയുള്ള തരത്തിലുള്ള പല സാധനങ്ങളും നമ്മൾ ഇതിനോടകം തന്നെ ലോക്കലായിട്ട് നമ്മൾ ഉണ്ടാക്കി വിപണനം ചെയ്തു വരുന്നുണ്ട്. ധാരാളം പേരെ അത് ഉണ്ടാക്കുന്നതിന് പഠിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ കർഷകനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വരുമാനദായക പ്രവർത്തനങ്ങൾക്ക് സാധിക്കാവുന്നവർക്കെല്ലാം അത് ഉപകാരപ്രദമായിട്ട് നമ്മൾ ചെയ്തു വരുന്നു. ഇതിലൂടെ എല്ലാം ലക്ഷ്യം വഹിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കർഷകൻ അവൻ്റെ പുരയിടത്തിൽ നിന്ന് കൂടുതൽ വരുമാനം അവന് ലഭിക്കുക, അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം, ശുദ്ധഭക്ഷണം മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന വ്യക്തിയായിട്ട് കൂടെ അവൻ മാറുക. അത് ഭക്ഷ്യ വിപണന രംഗത്തും ഭക്ഷ്യ സംസ്കരണ രംഗത്തും വലിയൊരു കുതിച്ചുചാട്ടത്തിന് വരെ ഇനി മുന്നോട്ട് പോകാവുന്ന തരത്തിലാണ് നമ്മളിതിൽ പ്രവർത്തനങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നാം ജീവിക്കുന്ന മണ്ണിനെ കാണുവാനുള്ള സമയം കണ്ടെത്തുകയും നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി വസ്തുക്കളെ മനസ്സിലാക്കുകയും ചെയ്താൽ ആരോഗ്യപരമായ വളർച്ച നേടുവാൻ കഴിയും. ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കാതെ കമ്പോള സംസ്കാരത്തിലേക്ക് നാം തിരിയുകയാണ്. വിഷാംശം നിറഞ്ഞ വസ്തുക്കൾ വരുത്തുന്ന വിനകൾ എന്താണെന്ന് അറിയാമെങ്കിലും അതിൽ നിന്നുള്ള പിന്മാറ്റത്തിന് നാം തയ്യാറല്ല. പ്രകൃതി വിഭവങ്ങളിലൂടെ സന്തോഷകരമായ ജീവിതം നയിക്കാനുള്ള അവസ്ഥയാണ് ദൈവം ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന പഴങ്ങളെ നാം ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന മാങ്ങയും ചക്കയുമെല്ലാം മികച്ച പോഷകമൂല്യങ്ങളുള്ള പഴവർഗ്ഗങ്ങളാണ്. ഷുഗർ രോഗികൾക്ക് ഭക്ഷിക്കാവുന്ന പഴവർഗ്ഗമായി ചക്ക മാറുകയാണ്. ചക്കപ്പുഴുക്ക് ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ്. പ്രത്യേകിച്ച് ഷുഗർ പോലുള്ള രോഗികൾക്ക്, പ്രമേഹ രോഗികൾക്ക് കൂടുതൽ ചക്കപ്പുഴുക്ക് കഴിക്കുന്നത് അവരുടെ പ്രമേഹ ലെവല് കുറയ്ക്കുന്നതിന് സഹായകമാണ് എന്ന് കണ്ടുപിടിച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർമാരൊക്കെ അത് സാക്ഷ്യപ്പെടുത്താനായിട്ട് മീഡിയയിലൊക്കെ നമ്മളത് വായിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പഴയകാലത്ത് നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ ചക്കപ്പുഴുക്ക്. ചക്കപ്പുഴുക്കിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് വൈകുന്നേരം നമ്മളൊരു ഫുൾ സ്റ്റൊമക്ക് ചക്കപ്പുഴുക്ക് കഴിച്ചിട്ട് കിടന്നുറങ്ങിയാലും ഈ ഷുഗർ പേഷ്യൻസിന് ആണെങ്കിൽ അവരുടെ ഷുഗർ ലെവൽ കൂടുന്നില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഈ ഇൻസുലിനും പോലും എടുക്കുന്നവരുടെ ആ ഇൻസുലിൻ എടുക്കുന്ന അളവ് കുറയ്ക്കാനായിട്ട് വരെ സഹായകമാണ്. അതുവരെയും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് എന്ന് മാത്രമല്ല, അത് സാധാരണ ജനം അത് മനസ്സിലാക്കിയിട്ടുള്ളത് കൂടെയാണ്. അപ്പോൾ ആ ചക്കപ്പുഴുക്ക് അങ്ങനെ തന്നെ കഴിക്കുന്നതും വളരെ ആരോഗ്യത്തിന് മെച്ചമുള്ളൊരു കാര്യമാണെന്നുള്ള കാര്യം കൂടെ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒരാൾ ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ നിശ്ചിത ചുറ്റളവിൽ ലഭിക്കുന്ന ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളുമാണ് അയാളുടെ ആരോഗ്യത്തിന് അത്യുത്തമം. നാട് നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന പഴങ്ങളിൽ മുൻനിരക്കാരാണ് ചക്കയും മാങ്ങയുമെല്ലാം. പോഷകസമൃദ്ധമായ നാട്ടുപഴങ്ങളെ ശ്രദ്ധിക്കാതെ പുത്തൻ ഭക്ഷണ രീതികളിലേക്ക് തിരിയുന്ന ആധുനിക ജീവിത രീതിയാണ് നമ്മുടെ ജീവിതം തകർക്കുന്നത്. പണ്ട് മുതലേ നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്ന മാവുകൾ ഇന്ന് പുളിയും മധുരവും നൽകി നശിക്കാതെ നിലനിൽപ്പുണ്ട്. പതുക്കെ ഫലം കാണുന്ന നാട്ടുമാവുകൾ. സ്വർഗീയ ഫലമെന്നാണ് മാങ്ങകളെ വിശേഷിപ്പിക്കുന്നത്. ഉപ്പിലിട്ടും അച്ചാറായും സ്ക്വാഷായും മാങ്ങകൾ നമുക്ക് മുന്നിലെത്തുന്നുണ്ട്. ശരീരത്തിന് ആവശ്യമായ ജലാംശം നൽകാനും ക്ഷീണം അകറ്റാനും രുചി പകരാനും മാങ്ങകൾ സഹായിക്കുന്നു. നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ കർഷകന് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നാണ് പീപ്പിൾസ് സർവീസ് സൊസൈറ്റി പാലക്കാടിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായ ഫാദർ ജേക്കബ് മാവുങ്കൽ പറയുന്നത്. 2008, 2009 2 വർഷങ്ങളിൽ പീപ്പിൾസ് സർവീസ് സൊസൈറ്റി സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന പേരിൽ സുഭാഷ് പലേക്കറുടെ ക്ലാസ്സുകൾ പാലക്കാട് ജില്ലയിൽ നടത്തി. പാലക്കാട് ജില്ലയിലാണ് നടത്തിയെങ്കിലും കേരളത്തിൽ നിന്ന് ഉടനീളം കർഷകർ അതിനകത്ത് വന്ന് സംബന്ധിച്ചു. അവർക്ക് വളരെയേറെ
ഉപകാരപ്രദമായിരുന്നു എന്ന് മാത്രമല്ല അതിനുശേഷം പ്രകൃതി കൃഷിയിലേക്ക് വളരെയേറെ കർഷകർ തിരിയാനായിട്ട് കാരണമായിട്ട് വന്നു. അത് ഈ പ്രകൃതി കൃഷിയിലൂടെ പ്രത്യേകിച്ച് ഒരു വളം എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചൊന്നും മണ്ണിലേക്ക് കൊടുക്കാതെ അവൻ്റെ തൊഴുത്തിലുള്ള ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ നാടൻ പശുവിൻ്റെ ചാണകം മൂത്രവും കൂടെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വളം എന്ന് വേണമെങ്കിൽ പറയാം. അത് മണ്ണിനെ സമ്പുഷ്ടമാക്കുന്ന ഒരു വളമായിട്ട് അതിന് മാറുകയും അതിലൂടെ പ്രകൃതി കൃഷി പ്രവർത്തനങ്ങൾ കൂടുതൽ പാലക്കാട് ജില്ലയിലും മറ്റ് സ്ഥലങ്ങളിലും അത് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നാട്ടിൻപുറങ്ങളിലെ പ്ലാവുകളിൽ ഉണ്ടാകുന്ന ചക്കകളിൽ ഭൂരിഭാഗവും നശിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുവാൻ PSSPയുടെ കൂട്ടായ്മയിലൂടെ സാധിച്ചിരിക്കുന്നു. ചക്ക വേർപ്പെടുത്തിയതിനു ശേഷം ലഭിക്കുന്ന ചക്കക്കുരു വിവിധ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. കൂടാതെ ചക്ക ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള ജാമുകളും ചക്കവരട്ടിയുമെല്ലാം ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് PSSP തെളിയിച്ചു കഴിഞ്ഞു. പാലക്കാട് മേഖലയിൽ ഓരോ കാലഘട്ടത്തിലും ലഭ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ ഈ മേഖലയിലെ തൊഴിൽ രഹിതരായ കുടുംബിനികൾക്ക് വരുമാനവും ജീവിതമാർഗവും തൊഴിലുമായി. പട്ടിണിയകറ്റി സന്തോഷ ജീവിതം നയിക്കാൻ PSSPയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിരിക്കുന്നു. പരമാവധി ചക്ക ഉൽപ്പന്നങ്ങളും ചക്ക ഭക്ഷ്യവസ്തുക്കളും ഭക്ഷണത്തിന്റെ ശീലമാക്കണമെന്നും അത് പ്രചരിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുകയും കൂടിയാണ്. ചക്കയുടെ വിവിധ ആരോഗ്യ വശങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം ചക്ക ഒരു മരുന്നോ കീടനാശിനികളോ വളമോ ഒന്നും കൂടാതെയാണ് ചക്ക വിളയിച്ചെടുക്കുന്നത്. ആ ചക്ക ഭക്ഷണത്തിനും ഏറ്റവും നല്ല പ്രത്യേകിച്ച് ഒരു സ്റ്റേപ്പിൾ ഫുഡ് എന്ന നിലയ്ക്ക് തന്നെ ചക്ക ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഉള്ളത്. ഭക്ഷണത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു നേരത്തെ മുഴുവൻ ഭക്ഷണമായിട്ടോ ചക്ക കേരളത്തിൽ കഴിക്കുന്ന രീതി ചില സ്ഥലങ്ങളിലുണ്ട്. അത് നമുക്ക് തുടരാവുന്നതേ ഉള്ളൂ. കാരണം ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള ഒരു ഭക്ഷ്യപദാർത്ഥം എന്ന നിലയ്ക്ക് ആരോഗ്യത്തിന് വളരെ സഹായകമാണ്. ഡൈജഷൻ നല്ല രീതിയിൽ നടക്കുന്നതിന് ചക്ക വിഭവങ്ങൾ കഴിക്കുന്നത് ആഹരിക്കുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ദൈവികമായ കാഴ്ചപ്പാടിൽ സഭയുടെ പിൻബലത്തോടെ പ്രവർത്തിക്കുന്ന പീപ്പിൾസ് സർവീസ് സൊസൈറ്റി പാലക്കാട് നാടിനും സഭയ്ക്കും അഭിമാനമായി വളരട്ടെ.